ഈ രാത്രി കാലം എൻ്റെ കർത്താവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന അത്ഭുത സൗഖ്യത്തെക്കുറിച്ച് ഒന്നാമതായി ഈ നാമമഹത്വത്തിനായി പറയുവാൻ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. First of all, for the glory of God, I want to share with you the divine healing, the wonderful healing which God has done for me in my life. എനിക്ക് 2 വയസ്സുള്ളപ്പോൾ ഞാൻ അതീവ തീവ്ര രോഗിയായി തീർന്നു. ഓരോ ദിവസവും എൻ്റെ രോഗം ഇങ്ങനെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുവാൻ തുടങ്ങി. When I was 2 years old, I became grievously sick, and as the days moved forward, I became more and more weak and sick. എൻ്റെ അമ്മ ദേവിക ഒരു ശാന്തിയിൽ വിശ്വസിച്ചതുകൊണ്ട് മരുന്നെടുപ്പാൻ ഗുണം അനുവദിച്ചിരുന്നില്ല. Because my mother believed in this doctrine, divine healing, she did not allow me to be medicated. അങ്ങനെ ഒരു ദിവസം ഞാൻ അതീവ രോഗശയ്യയിലായപ്പോൾ എൻ്റെ മാതാവ് എന്നെ എടുത്തുകൊണ്ട് ഫെയ്ത്തോമിലേക്ക് കടന്നു പോവുകയുണ്ടായി. So on one occasion when I was grievously sick, my mother took me to the faith home. ആ ഫെയ്ത്തോമിൽ ചെന്ന ശേഷം ദൈവമക്കളും അമ്മയും എല്ലാവരും ചേർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. And after we reached the faith home, my mother along with the servants of God there, they all together prayed for me. എന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം എൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. And as they were praying, all of them were praying together, the life in me, it left me. എന്നെ മരിച്ചവനായി മാറ്റി കിടത്തി. And they thought that I was dead and they laid me aside. എന്നാൽ എൻ്റെ അമ്മ വളരെ ഭയപ്പെടുകയും താൻ കണ്ണീരോടെ ദൈവത്തോട് നിലവിളിക്കുകയും ചെയ്തു. My mother was very afraid, and with great tears she began to cry unto the Lord. ഭയപ്പെടുവാൻ കാരണം എൻ്റെ പിതാവ് ഈ സത്യത്തിൽ ആയിരുന്നില്ല. എൻ്റെ പിതാവ് മറ്റാരും തന്നെ അറിയാതെയാണ് എന്നെ എടുത്തുകൊണ്ട് ഫെയ്ത്ത് ഹോമിലേക്ക് വന്നത്. She was terribly afraid because my father was not in this faith, and it was without his knowledge my mother brought me to the faith home. അവിടെ അമ്മ ദൈവത്തോട് കണ്ണുനീരോടെ നിലവിളിക്കുവാൻ തുടങ്ങി. And in the faith home, my mother with tears she began to cry unto the Lord. ഇപ്രകാരം അമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ കുഞ്ഞിനെ ഞാൻ ജീവനുള്ളവനായിട്ട് ഇവിടെ കൊണ്ടുവന്നു, അവനെ ജീവനുള്ളവനായിട്ട് തന്നെ കൊണ്ടുപോകണം. ഒരു മരിച്ച കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുകയില്ല എന്ന് പറഞ്ഞു. My mother cried unto the Lord and said, "Oh Lord, I brought my child into the faith home as a living child. I don't want to take him back as a dead child. I want your name to be glorified here." അഥവാ കർത്താവേ, നിനക്ക് ഹിതമില്ല എങ്കിൽ അവനെ ഭവനത്തിൽ കൊണ്ടുവച്ചതിന് ശേഷം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവന്റെ ജീവനെ നീ എടുത്തുകൊള്ളുക, അതെനിക്ക് സമ്മതമാണ്. Lord, if it is not your will to heal him, take him back to the house, and in the house let his life go in front of everybody. അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയും കണ്ട് സർവശക്തനായ ദൈവം എനിക്ക് ജീവനെ തിരികെ തന്നു. The Lord who saw the tears and the cry of my mother once again brought the life back into me. വിശുദ്ധന്മാർ പ്രാർത്ഥിച്ച് ഞങ്ങളെ ഭവനത്തിലേക്ക് അയച്ചു. The saints of God, they prayed for me and they sent us back home. എന്നാൽ അതേ സമയം അതേ ദിവസം വൈകിട്ട് 8 മണിയായപ്പോൾ വീണ്ടും ആ രോഗം എന്നെ ബാധിച്ച് ഞാൻ മരിച്ചവനായി തീർന്നു. The same day at 8 o'clock in the evening, once again that sickness afflicted me again, and I became as a dead person. അമ്മ ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എന്നെ ലജ്ജിപ്പിച്ചില്ലല്ലോ, അവരെല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ അവന്റെ ജീവനെ എടുത്തല്ലോ, നിന്റെ ഹിതമല്ല എങ്കിൽ അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചു. My mother once again cried to the Lord and prayed, "Lord, in front of all those people you have not put me to shame. Now if it is not your desire, Lord, you can take him away." അമ്മയുടെ പ്രാർത്ഥനയും അമ്മയുടെ തീരുമാനത്തെയും മാനിച്ച ദൈവം വീണ്ടും എന്റെ ജീവനെ എനിക്ക് തിരികെ തന്നു. The Lord who saw the determination of my mother, who saw the cry of my mother, once again put life back into me. കർത്താവായ യേശുക്രിസ്തു ലാസറിനെ ഉയർപ്പിച്ച അതേ ദൈവം, അതേ യേശു എന്നെയും 2 പ്രാവശ്യം മരണത്തിൽ മരിച്ച അവസ്ഥയിൽ ദൈവം എന്നെ വിടുവിച്ചു. Jesus who brought Lazarus back to life, on 2 occasions now he brought me back to life. എന്നാൽ ഇന്നുവരെയും ഇന്ന് ജീവനുള്ളവരുടെ ദേഹിയായി നിങ്ങളുടെ മുമ്പാകെ സാക്ഷിപ്പാണ്ട് കൊണ്ടും ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു. So today as a living soul, the Lord has enabled me to stand before you and be a witness unto him. വാസ്തവമായി പറയട്ടെ, ദൈവമക്കളെ, പിന്നീട് ഒരിക്കലും വ്യാധി എന്നെ ബാധിച്ചിരുന്നില്ല. Actually, after that incident, once again those diseases never afflicted me in my future life. രണ്ടാമതായി എന്റെ വിശ്വാസത്തിന്റെ പരിശോധനയിൽ ഞങ്ങൾക്ക് നേരിട്ടതായിട്ടുള്ള ഒരു കാര്യം കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. Once again I want to tell you one more incident as a trial of our faith. ഞാൻ എന്റെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് ഉപജീവന മാർഗം കടന്നു പോവുകയുണ്ടായി. After my education was completed, I went to North India for my livelihood. ദൈവത്തിന്റെ കൃപയാലും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാലും നല്ലൊരു കമ്പനിയിൽ നല്ലൊരു പൊസിഷനിൽ എനിക്കൊരു ജോലി കിട്ടി. By the grace of God, by the prayers of the saints, in a very good company, I got a good job. മാത്രമല്ല വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ എന്നെ കർത്താവ് ആക്കി ചേർക്കുകയും ചെയ്തു. And not only that, the
Lord also brought me together in the fellowship of the saints in that place. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ടായിരുന്നു. 8 വർഷക്കാലമായി ഞങ്ങൾക്കൊരു തലമുറയില്ലായിരുന്നു. But there was a lack in our life for 8 long years. We did not have any offspring in our life. 5 വർഷമായപ്പോഴേക്കും വളരെ രീതിയിൽ സമ്മർദ്ദങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. And after 5 years there was pressures from various sides in our family. കൂട്ടുകാർ ഞങ്ങളെ കളിയാക്കുവാൻ തുടങ്ങി. All our friends, they began to mock at us. എന്റെ സഹോദരങ്ങൾ പോലും ഞങ്ങളെ അതേ ശാസ്ത്രത്തിന് നിങ്ങളെ കാണിപ്പാൻ എന്ന് ഞങ്ങളെ ഉദ്ബോധിപ്പിച്ചു. Even my own brethren, they requested us to go and seek medical help. ആ സമയങ്ങളെല്ലാം ഞാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, എന്റെ ദൈവം ഞാൻ ജീവിക്കുന്നു, കർത്താവിന് ഞങ്ങൾക്ക് എന്റെ ദൈവം എനിക്ക് തക്ക സമയത്ത് തരുമെന്ന്. And on all those occasions I told them that I have a living God who will look after me, and at the right time he will do everything. 5 വർഷമായപ്പോൾ പലരും ചോദിപ്പാൻ തുടങ്ങി, നിന്റെ ദൈവം എവിടെ? After 5 years many people began to question me and ask, where is your God? അപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ ദൈവം ഞങ്ങൾക്ക് തരും. And even then I told my people that my Lord will definitely provide. എന്നാൽ അവസാനമായി എന്റെ അമ്മയും 6 വർഷം കഴിഞ്ഞപ്പോൾ 7 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ അമ്മയും ഇപ്രകാരം പറഞ്ഞു, മക്കളെ നിങ്ങൾ പോയി ഒരു ഡോക്ടറെ വല്ലതും കാണുക. My mother, after 7 years, she also began to tell us, my dear children, you go and seek medical help for your condition. ഞങ്ങളെ ദൈവിക രോഗശാന്തിയിൽ വളർത്തുകയും അതിൽ മാത്രം നിൽപ്പാൻ ബോധിപ്പിക്കുകയും ചെയ്ത അമ്മ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി ഇത് ദൈവത്തിന്റെ പരിശോധനയാണ് എന്ന്. My mother, who had always encouraged us to be in divine healing and taught us in this faith, we came to know that when my mother told this was a trial which the Lord had sent. എന്നാൽ എന്റെ ഭാര്യയും അതേ ഈ വിശ്വാസത്തിന് ജനിച്ചു വളർത്തപ്പെട്ടതിനാൽ ഞങ്ങൾ ദൈവിക ശാന്തിയിൽ ഉറച്ചു വിശ്വസിക്കുകയും അതേ ദൈവത്തിന്റെ അതേ പരിശോധനയിൽ ഞങ്ങൾ തളർന്നു പോകുകയില്ല എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. My wife also was born and brought up in the same faith. She also believed in divine healing. Therefore, we both of us decided that we are going to stand steadfast in this faith, waiting for the Lord to deliver. അന്നായുടെ നിന്നെ മാറ്റിത്തന്ന ദൈവം ഞങ്ങളുടെ നിന്ന മാറ്റിത്തരണമേ എന്ന് ഞങ്ങൾ രാത്രികാലങ്ങളിൽ പ്രാർത്ഥിക്കുകയുണ്ടായി. Throughout the night times, we used to pray the Lord who to remove the reproach of Hannah come into our life too and remove our reproach too. എന്റെ അമ്മ ഇപ്രകാരം വൈദ്യനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി ഞാൻ അമ്മയോട് ഇപ്രകാരം പറയുകയുണ്ടായി. When my mother requested us to go and seek medical help, I told my mother this way. അമ്മേ, അബ്രഹാമിന് 100-ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞിനെ കൊടുപ്പാൻ കഴിയുമെങ്കിൽ എന്റെ ദൈവത്തിനും അതേ എനിക്കും ഒരു കുഞ്ഞിനെ തരുവാൻ കഴിയും. ഇല്ല എങ്കിലും ലോകപ്രകാരം ഒരു വൈദ്യശാസ്ത്രത്തിൽ ആശ്രയിപ്പാൻ കൊള്ളും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ മക്കളില്ലാത്തവരെ പോലെ കഴിച്ചുകൊള്ളാമെന്ന്. I told my mother, if God could provide Abraham a child at the age of 100, even we are going to believe in that God, and it is going to be that way. ഞങ്ങളുടെ വിശ്വാസത്തെ ദൈവം മാനിച്ച് ദൈവം അത് മുദ്രയിട്ടു. The Lord saw our faith and He sealed our faith. ആ നാളുകളിൽ ഞാൻ മധ്യപ്രദേശിൽ ഇൻഡോറിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. In those days I was working in Indore in Madhya Pradesh. ഇൻഡോറിലുള്ള ദൈവമക്കളോടും വിശുദ്ധന്മാരോടും ഒരുമിച്ചായിരുന്നു ഞങ്ങൾ ആരാധിച്ചു പോന്നിരുന്നത്. We were having fellowship with the saints and the children of God together in Indore. അങ്ങനെ ഒരു ദിവസം അത് നാഗപ്പൂർ സെന്ററിന്റെ അണ്ടറിലാണ്. ഒരു ദിവസം നാഗപ്പൂർ സെന്ററിൽ നിന്നും സെൻട്രൽ മാസ്റ്റർ സെൻട്രൽ മദറും വിശുദ്ധന്മാരും കൂടി ഞങ്ങളുടെ വീട്ടിൽ സന്ദർശനത്തിന് വന്നു. Indore was coming under Nagpur Center. One day the center pastor, the center mother and the saints of God from Nagpur, they came to Indore. അവർ ഇൻഡോറിൽ വിസിറ്റ് ചെയ്യുവാനായിട്ട് വന്ന വഴിക്കാണ് ഞങ്ങളുടെ ഭവനത്തിൽ കയറിയത്. When they came to visit Indore, they came to our house too. അങ്ങനെ ഒരു ഭവനത്തിൽ വന്ന് അവിടെ ഇരിക്കുമ്പോൾ സിറ്റൗട്ടിൽ 2 ചെറിയ കസേര കിടക്കുന്നത് കണ്ടു. When they came to our house in the veranda, they found 2 small little chairs. അപ്പോൾ സെൻട്രൽ മാസ്റ്റർ അമ്മച്ചിയോട് ഇപ്രകാരം പറഞ്ഞു, മദരെ കസേര വാങ്ങിച്ചിട്ടുണ്ട്, ഇതിൽ ഇരിപ്പാൻ അതിന് തലമുറയില്ല എന്ന്. And the pastor told the mother that there are 2 small chairs in the veranda, but there is nobody to sit on that chair. അത് ഞാൻ അടുത്ത റൂമിൽ നിന്നുകൊണ്ട് കേട്ടുകൊണ്ടിരുന്നു. And I was in the other room. I overheard what they were talking. അപ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ നിന്ന മാറ്റി തരണമേ എന്ന്. Even then I prayed to the Lord, Lord, remove my reproach. റിഫ്രഷ്മെന്റിന് ശേഷമായിട്ട് അവർ തിരിച്ചു പോകുവാനായിട്ട് വാഹനത്തിൽ കയറുവാൻ തുടങ്ങി. And after the refreshments were over, they were ready to get into their vehicle and go back. എന്നാൽ പെട്ടെന്ന് അമ്മച്ചി കാറിന്റെ അടുത്ത് നിന്നും ഭവനത്തിലെ വീട്ടിലേക്ക് തിരികെ വന്നു. Once again, Amachi, before entering the car, she once again came back to the house. അമ്മച്ചി വന്നിട്ട് എന്റെ മിസ്സസിന്റെ വയറ്റത്തെ കൈവെച്ച് പ്രാർത്ഥിച്ചു. And the Amachi came and she placed her hand on the tummy of my wife and she prayed. ആത്മാവിൽ
പ്രാർത്ഥിച്ച് അതേ ആത്മാവിൽ പ്രാർത്ഥിച്ച് എന്റെ പിശാചിനെ അലട്ടിക്കളഞ്ഞു. And she placed her hand on the tummy of my wife and she prayed and she rebuked Satan there. അത്ഭുതം എന്ന് പറയട്ടെ ദൈവമക്കളെ, എനിക്ക് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ തുടങ്ങി. I want to tell you, dear children of God, a wonderful thing happened. God then began to work in our life. പ്രാർത്ഥനയ്ക്ക് ശേഷമായി 8 വർഷം, ഒരു വർഷം കഴിഞ്ഞപ്പോൾ, അത് 8 വർഷമായപ്പോൾ ദൈവം ഒരു കുഞ്ഞിനെ ദാനമായി തന്നു. After that prayer was over, 1 year later, almost 8 years after our married life, the Lord gave us a child. അത് അബ്രഹാമിന്റെ ദൈവം എന്റെയും ദൈവം. The God of Abraham is our God too. അത് എനിക്ക് നല്ല ദൈവങ്ങളുടെ രുചിച്ചറിവാൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സഹായിച്ചു. Even in our life, we were able to taste and see that our God is good. അതിനുശേഷമായി വീണ്ടും എന്റെ ജീവിതത്തിൽ പരിശോധനകൾ വരുവാൻ തുടങ്ങി. Even after that, there were many trials and tribulations in our life. ഒരു ദിവസം ഞാൻ പ്ലാന്റിൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത്, one day I was in the plant and doing my official work. ഞാൻ പ്ലാന്റിൽ കൂടി നടക്കുമ്പോൾ പെട്ടെന്നൊരു ആസിഡിന്റെ ഒരു ട്യൂബ് പൊട്ടിത്തെറിക്കുകയുണ്ടായി. One day as I was walking through the plant, a tube containing acid, it broke and the acid fell upon me. അതിൽ ആസിഡ് ഞങ്ങൾ 110 ഡിഗ്രിയിൽ ഞങ്ങൾ വേപ്പറൈസ് ചെയ്തിട്ട് ഞങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. That we used to vaporize that acid to 110 degrees and then use it for our official work. ആ ഗ്ലാസ് പൊട്ടി പെട്ടെന്ന് ആസിഡ് എന്റെ മുഖത്തേക്ക് ഫ്ലാഷ് ചെയ്തു. And as that glass broke, immediately and the hydrochloric acid splashed onto my face. അത് അല്പം എന്റെ റൈറ്റ് കണ്ണിനുള്ളിലും പോവുകയുണ്ടായി. And little of that acid even entered into my right eyes. ഇത് നടക്കുന്നത് രാത്രി 8 മണിക്കാണ്. And this is happening at night 8 o'clock. എന്റെ കൂട്ടുകാരനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. My friends and my people there, they took me to the hospital immediately. ചെക്ക് ചെയ്ത ശേഷം ഡോക്ടർ പറഞ്ഞു റെറ്റീന വരെ ഒരു ചെറിയ മുറിവുണ്ട് എന്ന് പറഞ്ഞു. The doctor checked me and told that your retina is also damaged. എന്നിട്ട് എന്നെ ഫസ്റ്റ് എയ്ഡ് ചെയ്ത ശേഷം വീട്ടിലേക്ക് വിട്ടു. And after doing first aid, they sent me back home. പ്രകാരം പറഞ്ഞു നാളെ രാവിലെ വരണം, ഒരു ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ട്. They told me that tomorrow morning you come back, there is a small surgery that we need to do. അന്ന് രാത്രിയിൽ എനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. And that night I could not sleep. അതിഭയങ്കരമായ വേദന കണ്ണിന്. I had intense pain that night. അന്ന് രാത്രി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ ലോകപ്രകാരമുള്ള ഒരു ഡോക്ടറിന്റെ കണ്ണിൽ റേസർ ഉപയോഗിക്കുവാൻ പാടില്ല. I told the Lord that Lord, a worldly man should not place his razor upon my eyes. ഈ രാത്രി നീ എന്നെ സൗഖ്യമാക്കി നീ എന്നെ ഓപ്പറേഷൻ ചെയ്യണം. Lord, I want you to do your surgery tonight and heal me. അത്ഭുതമെന്ന് പറയട്ടെ ദൈവമക്കളെ, ആ രാത്രി കർത്താവിന്റെ കണ്ണിനെ ഓപ്പറേഷൻ ചെയ്തു. A wonderful thing to tell you, my dear believers, is that night the Lord performed his surgery and healed me. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ പോകേണ്ടതായിരുന്നു, ഞാൻ പോയില്ല. The next day I had to go to the hospital, but I didn't go. 3 ദിവസമായി വെച്ച് കെട്ടിയിരുന്നതായിട്ടുള്ള അതേ ബാൻഡേജ് ഒന്നുമെല്ലാം ഞാൻ റിമൂവ് ചെയ്തു. And for 3 days the bandage was there. I immediately removed that bandage. എന്റെ ദൈവം അത്ഭുത സൗഖ്യം തന്നു. My Lord healed me wonderfully. ഹല്ലേലൂയ. ആ ദൈവത്തെ വിശ്വസിപ്പാനും പിൻപറ്റുവാനും ദൈവം എന്റെ ജീവിതത്തിൽ സഹായിച്ചു. The Lord enabled me to trust this God and follow this God in my life. അതിനുശേഷമായിട്ട് And after that, വീണ്ടും എന്റെ ജീവിതത്തിൽ ഒരു പരിശോധനയുടെ കടന്നു വന്നു. even after that, there was one more trial which came into my life. എന്റെ തിരുനെറ്റിയിൽ ഒരു വെളുത്തിയ ഒരു പാട് കടന്നു വന്നു. There was a white scar on my forehead. അത് ക്രമേണ വ്യാപിക്കാൻ തുടങ്ങി. And slowly that scar, it began to spread. അത് 2 കൺപോളകളിലുമായിട്ട് നിറഞ്ഞു. And it began to come down upon my ഒരു eyelashes. കുഷ്ഠരോഗിയെ പോലെ ഞാൻ കാണപ്പെട്ടു. And I was looking like a leper. മറ്റുള്ള മുമ്പിൽ നോക്കുവാനും സംസാരിപ്പാനും എനിക്ക് ലജ്ജ തോന്നി. I was ashamed to go and meet people and speak to people. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. I prayed to my God. കർത്താവേ, ഞാൻ മരുന്നിൽ ഞാൻ ആശ്രയിക്കുകയില്ല. Lord, I don't want to trust in എന്നെ medication. സൗഖ്യമാക്കി നിങ്ങൾ ആയിക്കൊള്ളട്ടെ എന്ന് Lord, പറഞ്ഞു. if you want to heal me, heal me. ഇത് 1995 നടന്ന സംഭവമാണ്. This happened in the year 1995. അതേപോലെ തന്നെ അന്ന് നാഗപ്പൂർ സെൻട്രൽ പാസ്റ്റർ ആയിരുന്ന മോദത്തിൽ പ്രവേശിച്ച പാസ്റ്റർ ഇനായത്ത് ഭവനത്തിൽ കടന്നു വന്നു. And on that occasion too, Pastor Inayat, who was the center pastor in Nagpur, came to our house. അതേ സൺഡേ സർവീസ് കഴിഞ്ഞ ശേഷമാണ് വീട്ടിലേക്ക് കടന്നു വന്നത്. After the Sunday morning devotional service, he came to our house. പാസ്റ്റർ ഇനായത്തിന് ഞാൻ തർജ്ജമ ചെയ്തു, പക്ഷെ എല്ലാ പാസ്റ്ററുകൾ എന്റെ പാസ്റ്റർ ഇതിനെ നോട്ടീസ് ചെയ്തിരുന്നില്ല. I was interpreting for Pastor Inayat, but Pastor did not see what was on my forehead. പക്ഷെ പാസ്റ്റർ വീട്ടിൽ വന്നപ്പോൾ ഞാൻ റിസീവ് ചെയ്യുവാനായി വാരാന്ത്യയിൽ ഇറങ്ങിയപ്പോൾ, But when Pastor came to our house and as I went to receive him, പാസ്റ്റർ എന്റെ ഈ വെളുത്ത പാട് എന്റെ അപ്പോഴേക്കും മുഴുവൻ നെറ്റിയിലൊക്കെ വ്യാപിച്ചു കഴിഞ്ഞു. Pastor, that the white scar had spread throughout my forehead. എന്നോട് ചോദിച്ചു, ഇതെന്താ
രാജു എന്ന് ചോദിച്ചു. He asked me, Raju, what is this? ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് അറിയില്ല, ഇത് വളർന്നു വരികയാണ്. I told the pastor, I don't know what it is, but it is continuously spreading. പാസ്റ്റർ പ്രകാരം പറഞ്ഞു, ഒരു ദൈവത്തിന്റെ പൈതൽ ഇത് നല്ലതല്ല. And pastor told me, for a child of God, this doesn't augur to be good. അതേ ഭവനത്തിൽ കയറുന്നതിന് മുമ്പായിട്ട് പാസ്റ്റർ കൈ നീട്ടി നെറ്റിക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു. And before entering the house, even the pastor stretched out his hand, laid upon my hand. അത്ഭുതമെന്ന് പറയുന്നത് ദൈവമക്കളെ, ആ സ്പ്രെഡ് ആകുന്നത് അവിടെ നിന്നു. And let me tell you, dear ones, that after that prayer, that spreading stopped. അതേ 3 മാസത്തിന് ശേഷമായിട്ട് എനിക്ക് പരിപൂർണമായ സൗഖ്യം ദൈവം തന്നു. After 3 months perfectly, the Lord healed me again. എന്റെ ദൈവം ഇന്നും വിശ്വസ്തൻ തന്നെയാണ്. My Lord is faithful to me even today. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷി ഞാൻ I want to tell you one more incident and end my testimony. കൊറോണയുടെ സമയത്ത് ഞാൻ സൂറത്തിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. During the time of Corona, I was working in Surat. ഞാനൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ സീനിയർ വൈസ് പ്രസിഡന്റ് ആയിട്ടൊന്ന് ജോലി ചെയ്യാം. I was the senior vice president of a pharmaceutical company. അപ്പോൾ കോവിഡ് വന്നോ വളരെ പീക്ക് പോയിന്റിൽ 2020 എത്തിക്കഴിഞ്ഞു. It was 2020 and the peak period of COVID. അപ്പോൾ ആ സമയത്ത് അവിടെ എല്ലാം ഈ സൂറത്ത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും അധികം മരണങ്ങളും ഈ കോവിഡ് ബാധിച്ചതായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു. And Surat was a place where there were maximum deaths due to COVID those days. ഞങ്ങളുടെ കണ്ണാൽ നിങ്ങൾ കാണും 2-3 ദിവസം ഡെഡ് ബോഡി ക്രിമിനേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. Every day there were so many multiple dead bodies waiting for cremation. അങ്ങനെ ഇരിക്കെ കമ്പനിയിൽ ഞങ്ങൾ മാനേജ്മെന്റിൽ വലിയൊരു റൂൾ ഉണ്ടാക്കി. Then there was a great rule which the management brought about in the company. അത് 2 വാക്സിനേഷൻ എടുക്കാത്ത ഒരൊറ്റ മനുഷ്യരെ ഞങ്ങൾ കമ്പനിയിൽ കയറ്റില്ല. They told that we will allow only 2 people with 2 vaccinations to work there. വിസിറ്റേഴ്സ് ആയിക്കൊള്ളട്ടെ ആരും ആയിക്കൊള്ളട്ടെ 2 വാക്സിനേഷൻ എടുക്കാത്തവരെ ഞങ്ങൾ കമ്പനിയിൽ കയറ്റിയത്. Whether it be visitors or employees, they need to have 2 vaccinations. അപ്പോൾ ഈ എല്ലാ ആഴ്ചയിലും മെഡിക്കൽ ഓഫീസറിന്റെ ടേബിളിൽ നിന്ന് ആരെല്ലാം വാക്സിനേഷൻ എടുക്കാത്തവരുണ്ടോ അവരുടെ പേർ എനിക്കും MD-ക്കും ചെയർമാനും ടേബിളിൽ പോകും. Every day, every week, from the medical officer's desk, the list would go to the MD and the vice presidents and all the people as to how many people have not taken the vaccination. ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് ചെയർമാനാണ്. And I was reporting to the chairman. അദ്ദേഹം ഒരു പ്രായമുള്ള മനുഷ്യനാണ്. അന്ന് 76 ഏജ് ഉണ്ട്. He was an elderly person, almost 76 years of age. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം എന്നെ ക്യാബിനിലേക്ക് വിളിച്ചു. One day he called me to the cabin. സാധാരണയായി ഞങ്ങൾ വളരെ സൗമ്യമായിട്ട് അദ്ദേഹം സംസാരിക്കും. പലപ്പോഴും ക്രിസ്ത്യാനിത്വത്തെക്കുറിച്ചും ഞാൻ അറിഞ്ഞിരിക്കുന്ന സത്യത്തെക്കുറിച്ചും ദൈവിക രോഗശാന്തിയെക്കുറിച്ചും ഞാൻ പലപ്പോഴും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. He was a very humble and gentle person. I often used share my Christian faith and life with him. എന്നാൽ അന്ന് അസാധാരണമായിട്ട് അദ്ദേഹം എന്നെ തന്റെ ക്യാബിനിലേക്ക് വിളിച്ചു. On that particular day, very unexpectedly, he called me to his cabin. ഞാൻ അദ്ദേഹത്തിന് ക്യാബിനിൽ എൻട്രി ചെയ്തപ്പോൾ And when I entered into the cabin, എന്നോട് ചോദിച്ചു, രാജു ഇവിടെ എല്ലാവരും വാക്സിനേഷൻ എടുത്തോ? he asked me, Raju, have everybody taken vaccination in the factory? ഞാൻ പറഞ്ഞു, അതെ സർ, എല്ലാവരും എടുത്തു കഴിഞ്ഞു. I told him, yes sir, everybody has taken. അദ്ദേഹത്തിന്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട്. And he had the list with his hand. ആ ലിസ്റ്റ് എന്റേലും ഉണ്ട്. And that list was with me too. എന്നോട് ചോദിച്ചു, നീ വാക്സിനേഷൻ എടുത്തോ? And the chairman asked me, have you taken the ഞാൻ vaccination? എടുത്തില്ല സർ. No, I have not taken. എന്താണ് എടുക്കാത്തതിന്റെ കാരണം? Why? What is the reason you have not taken the vaccination? നിന്റെ ജീസസ് പറഞ്ഞോ നീ വാക്സിനേഷൻ എടുക്കണ്ട എന്ന്? Did your Jesus tell you that you shouldn't take vaccination? അതെ രാജു, നീ എന്നെയോ റൂൾ ഉണ്ടാക്കിയത്, നീ തന്നെ റൂൾ എന്തിനാ ബ്രേക്ക് ചെയ്യുന്നത്? Raju, you made this rule, and why is it that you are breaking the rules? ഞാൻ അല്പസമയം മൗനമായിട്ട് നിന്നു. And for some time I would remain silent. എന്നിട്ട് ഞാൻ വളരെ താഴ്മയോട് ചോദിച്ചു, സാറേ ഞാൻ അല്പം സംസാരിക്കട്ടെ? And very humbly I asked him, sir, what should I talk to you? സാറേ, എന്റെ കൂടെ ജോലി ചെയ്യുന്ന വൈസ് പ്രസിഡന്റിന് കോവിഡ് വന്നു. Sir, the vice president who is working with me has COVID. അത് 2 AVP ഉണ്ട്, അവർക്ക് കോവിഡ് വന്നു. 2 additional vice presidents were there, they also had COVID. 5 ജനറൽ മാനേജേഴ്സ് ഉണ്ട്, അവർക്ക് വന്നു. There were 5 general managers, they had COVID. MD-ക്ക് കോവിഡ് വന്നു. MD had COVID. അവസാനമായിട്ട് സാറിനും കോവിഡ് വന്നു. And finally, sir, you also had COVID. എന്നാൽ എനിക്ക് കോവിഡ് വന്നില്ലല്ലോ സാറേ. I told him, sir, but I have not been affected by COVID till ഇത് now. കേട്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ ചെയറിൽ നിന്ന് ചാടി എഴുന്നേറ്റു. And when he heard this, suddenly he jumped out of his chair. കൈയെടുത്ത് പറഞ്ഞു, ഓ അതെ, ഓ ഖുദാക്കി കാമേ എന്ന് പറഞ്ഞു. He suddenly jumped out of his chair and said, surely this is the work of your God. അതെ സാർ, ഞാൻ ആ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. Yes Lord, yes sir, I am ആ worshiping that ദൈവം mighty എന്നെ God. വിടുവിക്കും. Yes Lord, that God will deliver me. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടിക്കുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം That Lord
Praise be to his holy name. ആ കമ്പനിയിൽ തന്നെ 5 സിസ്റ്റർ കൺസേൺസ് ഉണ്ട്. Oh dear children of God, that company had 5 sister concerns. ബാക്കിയുള്ള കമ്പനികളിലെല്ലാം പലരും ഈ കോവിഡ് മുഖാന്തരം മരിച്ചു. In many of that sister concerns, many people died because of COVID. ഞാൻ ജോലി ചെയ്ത കമ്പനിയിൽ ഒറ്റ വ്യക്തി പോലും മരിപ്പാൻ ദൈവം ഇടയാക്കി. But in my company, not a single person died because of COVID. മിസ്രയീമിന് വരുത്തി യാതൊരു വ്യാധിയും നിനക്ക് വരുത്തിയില്ലെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം, God who promised that none of the plagues that afflicted the Israelites will come upon you. എന്നെയും എന്റെ കുടുംബത്തെയും കമ്പനിയെയും ദൈവം സൂക്ഷിച്ചു. The Lord protected me and everyone in my factory. അനേക കാര്യങ്ങളിലും ദൈവം ജീവിതം ചെയ്തുകൊണ്ട് ഞാൻ സമചുരുക്കത്താൽ ഞാൻ വിരമിക്കുകയാണ്. There are yet many more things the Lord has done in my life. Lack of time, I want to ഈ share. രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, Tonight, oh dear children of God who are hearkening to my voice. അതേ മരിച്ച ദാസനെ ഉയർപ്പിച്ചതായ ദൈവം എന്നെ ഉയർപ്പിക്കുമെങ്കിൽ നിന്നെ വിടിപ്പാണ്ട ഗുണം ദൈവശക്തനാണ്. God who brought the dead Lazarus to life, if he can deliver me, if he can quicken me, he എന്റെ is able ദൈവം to quicken you too. ഇന്നും ഇന്നലെ അനന്യൻ തന്നെയാണ്. My God is an unchanging God. അവൻ Yesterday, ഒരാളും today, and വാക്കുമാറുന്ന forever. ദൈവമല്ല. He will never change his word. ഈ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഞങ്ങൾക്ക് ഒരു ഭാഗ്യം തന്നു. The Lord enabled us, He gave us the promise to meet this living മാത്രമല്ല, God. നിങ്ങൾ എന്തെങ്കിലും വിഷമമുണ്ടപ്പോൾ ഞങ്ങൾ ഉടനെ ഞങ്ങൾ വിശുദ്ധന്മാരെ അറിയിക്കും. And whatever problems we had, we used to inform our saints. ഞങ്ങൾക്ക് വേണ്ടി രാപ്പകൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. And day and night they are pleading for us, interceding for അതേ, us. ഞാൻ എത്ര ഭാഗ്യവാനാണ്. ആ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയെ ദൈവം ഞങ്ങളെ കൊണ്ടാക്കി. Oh, how lucky I am that I am brought into the fellowship of the saints. ഈ രാത്രി നിങ്ങളും ഈ രക്ഷയെ അവകാശമാക്കുന്നതിനും നിങ്ങളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി അതേ നമ്മുടെ ക്രൂശിൽ മരിച്ചതായ ക്രിസ്തുവിനെ നിങ്ങൾ വാസ്തവമായി അത് അംഗീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരു വിടുതലുണ്ട്. Definitely, if you will accept Jesus Christ as your Savior, He is going to heal you and He is going to അതേ, deliver you. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. The promise of the Lord is that if you will believe, you shall see the glory of ആ God. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ രോഗസൗഖ്യത്തേക്ക് പ്രാപിക്കുക. You believe in this Jesus and you receive divine healing. എന്റെ ഓട്ടം ഞാൻ ഓടി അതേ എന്റെ ബിരുദ പ്രാപിപ്പാനും അവസാനം വരെയും ദൈവിക രോഗശാന്തി നിലനിൽക്കുന്ന എനിക്ക് വെച്ചിരിക്കുന്ന അവകാശത്തെ പ്രാപിപ്പാൻ ഞാനും ആഗ്രഹിക്കുന്നു. ദൈവമക്കൾ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. I am running this race to receive my inheritance, children of God. Please pray for me. നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. Glory be to His name.